ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. +2 എക്കണോമിക്സിൽ ഉൾപ്പെടുന്ന ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിമാൻഡ് അഥവാ ചോദനം. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വില കൊടുത്ത് വാങ്ങാനുള്ള കഴിവ്, സന്നദ്ധത എന്നിവയുടെ പിൻബലത്തോടു കൂടിയ ഒരു ഉപഭോക്താവിൻ്റെ ആഗ്രഹത്തെയാണ് ചോദനം എന്ന് പറയുന്നത്. അതായത് ബൈ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വി മീൻ ദ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ ദി കമോഡിറ്റി. ഒരു സാധനം വാങ്ങാനുള്ള ഡിസയർ ഉണ്ടാവണം. ആ ഡിസയറിൻ്റെ ബാക്കിൽ, ഡിസയർ മീൻസ് ആഗ്രഹം ഉണ്ടാവണം, ആഗ്രഹത്തിൻ്റെ ബാക്കിൽ എന്തുണ്ടാവണം? കഴിവുണ്ടാവണം. അതുപോലെ തന്നെ അതിന് വില്ലിങ് ആവണം, സന്നദ്ധയാവണം. എങ്കിൽ അങ്ങനെയുള്ളൊരു ആഗ്രഹത്തെ എന്ത് പറയാം? ചോദനം അഥവാ ഡിമാൻഡ് എന്ന് പറയാം. ദ നെക്സ്റ്റ് ആണ് ഡിമാൻഡ് ഫങ്ഷൻ. ചോദനവും ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള പ്രവർത്തനപരമായ ബന്ധത്തെ ചോദനധർമ്മം എന്ന് പറയുന്നു. ദാറ്റ് ഈസ് Q ഈസ് ഇക്വൽ ടു ഫങ്ഷൻ ഓഫ് P/R/M/T. അതായത് ഡിമാൻഡും ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എൻ്റെ ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെ പറയാം? Q ഈസ് ഇക്വൽ ടു ഫങ്ഷൻ ഓഫ് P/R/M/T എന്ന് പറയാം. അതിൽ P എന്ന് പറഞ്ഞാൽ സാധനത്തിൻ്റെ വില, അതായത് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. PR എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് ഗുഡ്സ് അഥവാ അതിനോട് ബന്ധപ്പെട്ട സാധനത്തിൻ്റെ വില. M മീൻസ് കൺസ്യൂമർ ഇൻകം, അതായത് ഉപഭോക്താവിൻ്റെ വരുമാനത്തെയാണ് ഇവിടെ M എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ T ടേസ്റ്റസ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ, കൺസ്യൂമറുടെ ടേസ്റ്റസും പ്രിഫറൻസും. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുക? ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ലോ ഓഫ് ഡിമാൻഡ്. ഒരു സാധനത്തിൻ്റെ ചോദനവും വിലയും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ചോദന നിയമം എന്ന് പറയുന്നത്. ഒരു സാധനത്തിൻ്റെ ചോദനവും വിലയും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് എന്ത് പറയുക? ചോദന നിയമം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ ലോ ഓഫ് ഡിമാൻഡിനെ ഷോ ചെയ്യുന്ന ഒരു കർവാണിത്. ഈ കർവിന് എന്ത് പറയാം? ഡിമാൻഡ് കർവ് എന്ന് പറയാം, അഥവാ ചോദന വക്രം. ചോദനവും വിലയും തമ്മിലുള്ള വിപരീത ബന്ധം കാണിക്കുന്ന ഗ്രാഫാണ് ഇത് ഡിമാൻഡ് കർവ്. അതായത് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അതാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. ആ റിലേഷൻഷിപ്പിനെ ഷോ ചെയ്യുന്നതാണ് എന്ത്? ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന ഈ കർവ്. അതായത് നമ്മുടെ പ്രൈസ് P1 എന്നുള്ള പ്രൈസിൽ നിന്ന് P ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് Q1ൽ നിന്ന് Q ആയിട്ട് കുറഞ്ഞു. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ഈ റിലേഷൻഷിപ്പാണ് എന്ത്? ലോ ഓഫ് ഡിമാൻഡ് അഥവാ ചോദന നിയമം. ദെൻ നെക്സ്റ്റ് ആണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെയാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അതേതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സാധനത്തിൻ്റെ വില അഥവാ പ്രൈസ് ഓഫ് ദി കമോഡിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഉപഭോക്താവിൻ്റെ വരുമാനം അഥവാ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ദെൻ മറ്റു ബന്ധപ്പെട്ട സാധനങ്ങളുടെ വിലകൾ അഥവാ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഉപഭോക്താവിൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും. ദാറ്റ് ഈസ് കൺസ്യൂമർ ടേസ്റ്റസ് ആൻഡ് പ്രിഫറൻസ്. ഇത്രയും ഘടകങ്ങളാണ് ചോദനത്തെ നിർണ്ണയിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് നോർമൽ ഗുഡ്സ്. എന്താണ് നോർമൽ ഗുഡ്സ് അഥവാ സാധാരണ സാധനങ്ങൾ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ദ ഡിമാൻഡ് ഈസ് പോസിറ്റീവ്. സച്ച് ഗുഡ്സ് ഈസ് നോൺ ആസ് നോർമൽ ഗുഡ്സ്. അതായത് ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ചോദനം വർദ്ധിക്കുകയും വരുമാനം കുറയുമ്പോൾ ചോദനം കുറയുകയും ചെയ്യുന്ന വസ്തുക്കളെ എന്തു പറയാം? നോർമൽ ഗുഡ്സ് അഥവാ സാധാരണ സാധനങ്ങൾ എന്ന് പറയാം. അതായത് കൺസ്യൂമറുടെ ഇൻകം വർദ്ധിക്കുകയാണ്. കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കൂടുമ്പോൾ അവിടെ ഡിമാൻഡും കൂടുന്നു. അതായത് ഇൻകവും ഡിമാൻഡും തമ്മിൽ ഡയറക്റ്റാണ് റിലേറ്റ് ചെയ്യണമെങ്കിൽ അത്തരം ഗുഡ്സുകൾ എന്തു പറയാം? നോർമൽ ഗുഡ്സ് അഥവാ സാധാരണ സാധനങ്ങൾ എന്ന് പറയാം. വരുമാനം കൂടുമ്പോൾ സാധനം കൂടുതലായിട്ട് വാങ്ങിക്കുക, വരുമാനം കുറയുമ്പോൾ കുറഞ്ഞ അളവിൽ സാധനങ്ങൾ വാങ്ങിക്കുക. അതാണ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും കുറയുന്നു എന്ന് പറയുന്നത്. ദെൻ അഥവാ അല്ലെങ്കിൽ പറയാം ഇൻകം, അല്ലേ? ഇൻകം കൂടുന്ന സമയത്ത് എന്താണ്? ഒരാളുടെ വരുമാനം കൂടുമ്പോൾ അയാൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു, വരുമാനം കുറയുമ്പോൾ കുറഞ്ഞ അളവിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ടിവിയും ഫ്രിഡ്ജും എന്താണ്? നോർമൽ ഗുഡാണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഗുഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. If we can use one commodity in a place of another,
and can get the same level of satisfaction. Such goods are known as substitute goods. Example, coffee and tea. ഇപ്പോൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? പ്രതിസ്ഥാപന വസ്തുക്കൾ. ഒരാവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു സാധനത്തിനു പകരം ഉപയോഗിക്കാവുന്ന മറ്റു സാധനങ്ങളെ എന്തു പറയാം? പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറയാം. അതായത് വൺ കമോഡിറ്റീനെ റീപ്ലേസ് ചെയ്തിട്ട് അതേ യൂസാണ് മറ്റൊരു കമോഡിറ്റിക്കെങ്കിൽ, അനദർ കമോഡിറ്റിക്കും അതേ യൂസ് ആണെങ്കിൽ, അതായത് ഒരു സാധനം ഉപയോഗിക്കുന്ന അതേ യൂസിലും അതേപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു വസ്തു, അതിനെ എന്തു പറയാം? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അഥവാ പ്രതിസ്ഥാപന വസ്തു എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ചായയും കാപ്പിയും, ടീ ആൻഡ് കോഫി അല്ലേ? ടീയും കോഫിയുടെയും യൂസേജ് എന്താ ഏതാണ്ട് സെയിം ആണ്. ടേസ്റ്റ് മാറ്റമുണ്ടെങ്കിലും എന്താ അതിൻ്റെ യൂസേജ് രണ്ടും സെയിം ആണ്. അപ്പോൾ അത്തരം ഗുഡ്സ് ആണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അപ്പോൾ വി ക്യാൻ യൂസ് വൺ കമോഡിറ്റി ഇൻ എ പ്ലേസ് ഓഫ് അനദർ ആൻഡ് വി ക്യാൻ ഗെറ്റ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഒരു ഗുഡിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവുകയാണ്? അതേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ അത്തരം ഗുഡ്സ് ആണ് പ്രതിസ്ഥാപന വസ്തുക്കൾ. അതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞ ചായയും കാപ്പിയും അഥവാ കോഫി ആൻഡ് ടീ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഗുഡാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഇഫ് ടു ഓർ മോർ ഗുഡ്സ് നെഗറ്റീവ് ദ സെയിം ടൈം ടു സാറ്റിസ്ഫൈഡ് ഗുഡ്സ് ആർ നോൺ ആസ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. എക്സാമ്പിൾ പെൻ ആൻഡ് ഇങ്ക്. കോംപ്ലിമെൻ്ററി ഗുഡ്സിനെ പറയുന്ന പേരാണ് പൂരക വസ്തുക്കൾ. അതായത് ഒരാവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ ഒന്നിലധികം സാധനങ്ങൾ ആവശ്യമെങ്കിൽ അത്തരം സാധനങ്ങൾ എന്തു പറയാം? പൂരക വസ്തുക്കൾ അഥവാ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയാം. അതായത് ഒരുമിച്ച് ഉപയോഗിക്കാവുന്ന വസ്തുക്കളാണ് ഏത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഒരു ഗുഡും അതിൽ സെപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് എക്സാമ്പിളാണ് പേനയും ഇങ്ക്. പെന്നും മഷിയും. അതായത് പെന്നിൽ മഷി ഇല്ലെങ്കിൽ ആ പേന യൂസ് ചെയ്യാൻ പറ്റില്ല. കാറും പെട്രോളും. പെട്രോളില്ലാതെ കാറ് ഓടില്ല അല്ലേ? അല്ലെങ്കിൽ ഡീസൽ ഏത് എഞ്ചിനാണോ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ എഞ്ചിനും ആ വാഹനവും തമ്മിൽ എന്തുണ്ട്? റിലേഷൻ ഉണ്ട്. അപ്പോൾ ഒന്നില്ലാതെ മറ്റൊന്ന് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അത്തരം വസ്തുക്കളെ എന്തു പറയാം? കോംപ്ലിമെൻ്ററി ഗുഡ്സ് അഥവാ പൂരക വസ്തുക്കൾ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഗുഡാണ് ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ തരം താണ സാധനങ്ങൾ. അതായത് ഇഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ദ ഡിമാൻഡ് ഫോർ എ ഗുഡ് ഈസ് നെഗറ്റീവ്, സച്ച് ഗുഡ്സ് ആർ നോൺ ആസ് ഇൻഫീരിയർ ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ ലോ ക്വാളിറ്റി സെറിയൽസ് ആൻഡ് ക്ലോത്ത്സ്. തരം താണ സാധനങ്ങൾ, അതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ചോദനം കുറയുകയും വരുമാനം കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുകയും ചെയ്യുന്ന വസ്തുക്കൾ എന്തു പറയാം? തരം താണ വസ്തുക്കൾ എന്ന് പറയാം. ഉപഭോക്താവിൻ്റെ വരുമാനം പറഞ്ഞാൽ ഒരാളുടെ ഇൻകം കൂടുകയാണ്. അപ്പോൾ ഇൻകം വർദ്ധിക്കുമ്പോൾ അവിടെ എന്ത് കുറയുന്നു? ഇൻകം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയുകയാണ്. അത്തരം വസ്തുക്കളെ എന്ത് പറയുക? തരംതാണ വസ്തുക്കൾ എന്ന് പറയാം. അതായത് ഒരാളുടെ വരുമാനം ആദ്യം ഉണ്ടായിരുന്ന വരുമാനത്തേക്കാൾ അയാൾക്ക് ഹയർ ഇൻകം ലഭിക്കുമ്പോൾ അയാൾ യൂസ് ചെയ്യുന്ന വസ്തുക്കളൊക്കെ എന്താവും? നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കളാവും. തരംതാണ വസ്തുക്കൾ അയാൾ യൂസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ലോ ക്വാളിറ്റി സെറിയൽസ് ആൻഡ് ക്ലോത്ത്സ്. അതിന് എക്സാമ്പിളായി പറയാം. അതുപോലെ പറയാം മണ്ണെണ്ണ. അതായത് മണ്ണെണ്ണ സ്റ്റൗവ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിനേക്കാൾ തരം താണതാണെന്ന് പറയാം. അതായത് നമ്മൾ കുറഞ്ഞ ക്വാളിറ്റിയുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ ക്വാളിറ്റി കുറഞ്ഞ വസ്ത്രങ്ങൾ, കുറഞ്ഞ വിറക്കി കിട്ടുന്ന വസ്ത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക അല്ലേ? അതൊക്കെ എന്താ? വരുമാനം കുറയും കൂടുന്നതിനും അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ? വരുമാനം